നമസ്കാരം. വമ്പൻ രാഷ്ട്രീയ നീക്കങ്ങളുടെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഉടലെടുത്തിരിക്കുന്നത്. മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് അത് ഇപ്പോഴും തീർത്തും ത്രിശങ്കുവിൽ ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യചിഹ്നമായി തന്നെയായിരിക്കും മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടാവുക. എന്നാൽ ആ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വലിയ തോൽവിയിൽ നിന്ന് കരകയറുവാനുള്ള ഒരു തത്രപ്പാടിലാണ് ഇപ്പോൾ മഹാവികാസ് അഘാഡി സഖ്യം. ഇനി ആകെ അവർക്ക് മുന്നിലുള്ളത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. അതിനു മുന്നേ തന്നെ മുന്നണിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ, പ്രശ്നങ്ങളൊക്കെ തന്നെ അവസാനിപ്പിക്കണമെന്നൊരു ലക്ഷ്യമാണ് ഇപ്പോൾ NCPക്കും അതോടൊപ്പം തന്നെ ശിവസേനയ്ക്കും കോൺഗ്രസ് പാർട്ടിക്കുമുള്ളത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൈവരിച്ച ആ ഒരു മിന്നും വിജയം അതിപ്പോഴും കോൺഗ്രസിന് മഹാരാഷ്ട്രയിൽ സാധ്യതകൾ ഉണ്ട് എന്നതാണ് വളരെ വ്യക്തമായി തന്നെ ഇപ്പോൾ അടിവരയിട്ട് അവർ പറയുന്നത്. എന്നാൽ തൊട്ടു പിന്നാലെ എത്തിയ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ പ്രതീക്ഷകളും അട്ടിമറിക്കപ്പെട്ട് മഹാവികാസ് അഘാഡി സഖ്യം അവിടെ വലിയ തോൽവി ഏറ്റുവാങ്ങുന്ന സാഹചര്യമായിരുന്നു കാണാനായത്. 50-ൽ കൂടുതൽ MLAമാരെ മഹാരാഷ്ട്രയിൽ നിന്ന് വിജയിപ്പിക്കാൻ ഈ സഖ്യത്തിന് സാധിച്ചിരുന്നില്ല. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയം നേടിക്കൊണ്ട് അവിടെ മഹായുതി സഖ്യം സർക്കാർ രൂപീകരിച്ച് മന്ത്രിസഭയുണ്ടാക്കി. എന്തായാലും കഴിഞ്ഞ കാലത്തെ തിരിച്ചടികളെല്ലാം തന്നെ മറന്നുകൊണ്ട് മറ്റൊരു വലിയ തിരിച്ചുവരവാണ് ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലൂടെ കോൺഗ്രസ് അവിടെ ലക്ഷ്യം വയ്ക്കുന്നത്. ഇതിൻ്റെ മുന്നോടിയായിട്ട് തോൽവിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് മഹാരാഷ്ട്ര അധ്യക്ഷൻ നാനാ പട്ടോളയെ രാജിവെച്ചിരുന്നു. അധ്യക്ഷൻ്റെ രാജി കോൺഗ്രസിനുള്ളിൽ ഒരു തിരിച്ചുവരവിൻ്റെ തോന്നലുകൾ ഉണ്ടാക്കുമെന്നാണ് ഏവരും കരുതിയിരുന്നത്. എന്നാൽ വലിയൊരു പൊട്ടിത്തെറിയിലേക്കാണ് ഇപ്പോൾ ആ ഒരു രാജി നീങ്ങിയിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, കാരണം മഹാരാഷ്ട്ര കോൺഗ്രസിൻ്റെ പുതിയ തലപ്പത്തേക്ക് എത്തിയിരിക്കുന്ന നേതാവിനെ ചൊല്ലിയാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള ഭിന്നതകൾ അതിരൂക്ഷമായിരിക്കുന്നത്. അത് മറ്റൊന്നുമല്ല, ഹർഷവർദ്ധൻ സബ്കലാണ് ഇപ്പോൾ പുതിയ മഹാരാഷ്ട്ര കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ. കോൺഗ്രസ് ഏറ്റവും വെല്ലുവിളി നേരിടുന്ന ഈ ഘട്ടത്തിൽ പോലും പ്രാദേശിക നേതാക്കൾക്ക് പോലും അറിയാത്ത ഹർഷവർദ്ധൻ സബ്കലിനെ എന്തിന് കോൺഗ്രസിൻ്റെ അധ്യക്ഷനാക്കിയെന്ന പ്രധാന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത്. ഈ നേതാവിനെ സംസ്ഥാന അധ്യക്ഷനാക്കിയതിൽ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു വിഭാഗത്തിന് വലിയ രീതിയിലുള്ള അതൃപ്തി ഉണ്ടെന്നും അതുപോലെ തന്നെ ഈ ഒരു തീരുമാനം അത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള പൊട്ടിത്തെറികൾക്ക്, അസ്വാരസ്യങ്ങൾക്കൊക്കെ തന്നെ വഴിവെക്കുമെന്നുള്ള വാർത്തകൾ തന്നെയാണ് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ നിന്നും പുറത്തു വരുന്നത്. കാരണം പാർട്ടിയെ പഴയ പ്രതാപത്തിലേക്ക് തിരിച്ചെത്തിക്കാനും ഭരണപക്ഷത്തെ വെല്ലുവിളിച്ച് അതിശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകാനും ശേഷിയുള്ള വളരെ കരുത്തനായിട്ടുള്ള നേതാക്കളെ ആവശ്യമുള്ള ഒരു സന്ദർഭത്തിലാണ് ഇപ്പോൾ അധികം അറിയപ്പെടാത്ത ഈ ഹർഷവർദ്ധൻ സബ്കലിനെ നിയോഗിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന പ്രധാന വിമർശനം. മുതിർന്ന നേതാക്കളുമായിട്ടുള്ള മെച്ചപ്പെട്ട ഏകോപനത്തിനും അതുപോലെ തന്നെ സംഘടനയെ തന്നെ പൂർണ്ണമായി കെട്ടിപ്പടുക്കാനും ഫണ്ട് സ്വരൂപിക്കാനും ശേഷിയുള്ള വളരെ കരുത്തുറ്റ നേതാവ് അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുമെന്ന് പ്രതീക്ഷിച്ച ആ ഒരു വലിയ വിഭാഗം പ്രവർത്തകർക്കും ഇപ്പോൾ ഈ പുതിയ സംസ്ഥാന അധ്യക്ഷനെക്കുറിച്ച് അധികം അറിവില്ല എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണമായിട്ട് ഉന്നയിക്കപ്പെടുന്നത്. നാഗ്പൂരിനടുത്ത് ബുൾഡാനയിൽ നിന്നുള്ള മുൻ MLA ആയ ഹർഷവർദ്ധൻ സബ്കലിന് മുംബൈയിൽ കാര്യമായ പ്രവൃത്തി പരിചയമില്ല. രാജീവ് ഗാന്ധി പഞ്ചായത്ത് രാജ് സംഘടന എന്ന പ്രസ്ഥാനത്തിൻ്റെ ദേശീയ അധ്യക്ഷനും അതോടൊപ്പം തന്നെ AICC സെക്രട്ടറിയുമാണ് സബ്കൽ. ശരത് പവാർ, ഉദ്ധവ് താക്കറെ എന്നിവരടക്കമുള്ള മുതിർന്ന സഖ്യകക്ഷി നേതാക്കൾക്കൊപ്പം തന്നെ നിൽക്കാൻ കരുത്തനല്ല ഈ പുതിയ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള സബ്കൽ എന്ന വിമർശനവുമുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വൻ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനം രാജിവെച്ച നാനാ പട്ടോളയ്ക്ക് പകരമായിട്ട് അദ്ദേഹത്തെ പോലെയുള്ള കരുത്തനായിട്ടുള്ള മറ്റൊരു നേതാവ് എത്തുമെന്നാണ് എല്ലാവരും പ്രവർത്തകരടക്കം തന്നെ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ആ സ്ഥാനത്തേക്കാണ് ഇപ്പോൾ ഹർഷവർദ്ധൻ സബ്കൽ അതും അപ്രതീക്ഷിതമായി തന്നെ കടന്നു വന്നിരിക്കുന്നത്. സബ്കൽ മഹാരാഷ്ട്ര അധ്യക്ഷനായി എന്ന വാർത്ത കേട്ട താൻ ഞെട്ടിപ്പോയി എന്ന് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായിട്ടുള്ള പൃഥ്വിരാജ് ചൗഹാനും പ്രതികരിക്കുകയുണ്ടായിരുന്നു. കോൺഗ്രസിൻ്റെ മഹാരാഷ്ട്ര അധ്യക്ഷ സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് ഉദ്ദേശിച്ചിരുന്ന നേതാക്കളൊക്കെ ഒരുപക്ഷെ അതിൽ വിമുഖത കാട്ടിയതാകാം ഇത്തരമൊരു തീരുമാനത്തിന് കാരണമായതെന്നാണ് നേതാക്കൾ പറയുന്നത്. അതായത് മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് അധ്യക്ഷ പദവി എന്നതിന് വലിയ വിലയൊന്നുമില്ല എന്നും മറ്റ് നേതാക്കന്മാർ പിന്മാറിയതോടെയാണ് ഇപ്പോൾ രണ്ടാം നിരയിൽ നിന്ന് ഒരാളെ അധ്യക്ഷനാക്കിയത് എന്നുള്ള ഒരു വലിയ വിമർശനമാണ് വിവിധ നേതാക്കൾ പോലും ഇപ്പോൾ എടുത്തു കാട്ടുന്നത്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.